ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഭക്തിയും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും എനിക്കുണ്ടാകില്ല. ഞാൻ എന്നും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട്, പൂ കൊണ്ടുവന്നും കൊടുക്കുന്നുണ്ട്, മാല സമർപ്പിക്കുന്നുണ്ട്. ഈശ്വരൻ എല്ലാത്തിനും എൻ്റെ കൂടെ. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വിജയമുണ്ടാകും, എനിക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട്. എനിക്ക് ഭക്തിയുണ്ട്, ഈശ്വരവിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ. പക്ഷേ ഒരു കാര്യം, കർമ്മഫലം അനുഭവിച്ച് തന്നെ തീരണം. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും, ഭക്തിയുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും കർമ്മഫലം ഭൂമിയിൽ അനുഭവിച്ച് തന്നെ പോകുകയുള്ളൂ. കർമ്മഫലം അനുഭവിക്കാതെ ആരും പോകുന്നില്ല, അത് യാതൊരു സംശയവും വേണ്ട. പിന്നെന്തിനാണ് ഈ ഭക്തി എന്നൊരു ചോദ്യം ചോദിക്കും. ഭക്തി എന്നാൽ ഈശ്വര അനുഗ്രഹം എന്നാൽ ഭക്തി എന്നാൽ, ഭക്തി ഉണ്ടെങ്കിൽ ഇതിനെയെല്ലാം പ്രതിരോധിച്ച് നമുക്ക് മുന്നേറാനും വിജയിക്കാനും ഏത് പ്രതിരോധത്തെയും നേരിടാനും കഴിയും. അതാണ് ഭക്തി. ഭക്തി കൊണ്ടുള്ള വിശ്വാസം. ഭക്തി നമുക്കുണ്ടെങ്കിൽ ഏത് അവസ്ഥയെയും നമുക്ക് പ്രതിരോധിച്ച് മുന്നേറാനും വിജയിക്കാനും സാധിക്കും. അതാണ് ഈശ്വരൻ കാണിച്ചു തരുന്ന വഴി, ഈശ്വരാധീനം. അല്ലാതെ നമ്മളെന്നും ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടും ഭക്തിയുള്ളത് കൊണ്ടും ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ടും കർമ്മഫലം ഒരിക്കലും അനുഭവിക്കാതെ പോകുന്നില്ല. അത് അനുഭവിച്ച് തന്നെ തീരണം. പിന്നെ ഭക്തി ഉള്ളത് കൊണ്ട് കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ട് പോകുന്നു എന്ന് മാത്രം. ഏഴ് ശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമത്തിൽ വ്യാഴം, കേതുദശ എന്നീ ദശാകാലങ്ങളിലെല്ലാം നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജാസ്തിയാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയുന്ന കണക്ക് ശനിയുടെ ദോഷങ്ങളും കേതുവിൻ്റെ ദോഷങ്ങളും ഒന്നും നമ്മളെ വിട്ടു പോകുന്നില്ല. അതെല്ലാം നമ്മൾ തരണം ചെയ്യാൻ ഉള്ള ഉപാധിയാണ്, തോണിയാണ് ഭക്തി എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി നമുക്കുണ്ടാകും, വിജയിക്കാൻ എളുപ്പമാകും. അതിനാണ് ഭക്തി വേണ്ടത്. ഉറച്ച വിശ്വാസം, നാമോച്ചാരണം, മന്ത്രജപം, നിഷ്ഠ എന്നിവ നമുക്ക് അത്യാവശ്യമായ ഘടകമാണ്. ഏതെങ്കിലും ഒരു നാമത്തിൽ ഉറച്ചു വിശ്വസിച്ച് അതിൽ മന്ത്രോച്ചാരണം, നാമോച്ചാരണം, ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് അതിൽ വിശ്വസിച്ച് ഉറച്ച് മുന്നോട്ട് പോവുക. അതാണ് ശരിയായ പാത. ആ ഒരു വിശ്വാസത്തിൽ, അങ്ങനെയുള്ള ഭക്തിയിൽ മുന്നോട്ട് പോകാൻ, പ്രതിരോധിച്ച് വിജയിച്ച് മുന്നേറാൻ ഒരു വഴികാട്ടിയായി ഈശ്വരാധീനം നമ്മളോടൊപ്പം നിന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി തരാൻ ഭക്തി നമുക്ക് ഉളവാകട്ടെ. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.